ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. കൃത്തീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സൗണ്ടിനൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. വിൻ്റർ സീസണൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടായിരിക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. മിക്കവാറും എല്ലാവർക്കും ഉള്ളൊരു ശല്യമാണ് എലി ശല്യം. എന്തൊക്കെ ചെയ്താലും ഇത് പോവില്ല. മാത്രമല്ല, നമുക്ക് ഒത്തിരി അസുഖങ്ങൾ വരുത്തി വയ്ക്കുന്ന ഒരു ആളും കൂടിയാണ് ഈ എലി എന്ന് പറയുന്നത്. ഇന്നാണെങ്കിലും നമുക്ക് ചുറ്റും ഒത്തിരി അസുഖങ്ങളൊക്കെയാണ്, പലതരത്തിലുള്ള പനികളും ഒക്കെയാണ്. എലിപ്പനിയൊക്കെ എത്ര മാരകമായിട്ടുള്ളൊരു അസുഖമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഞാനിന്ന് വന്നിരിക്കുന്നത് എലികളെ എങ്ങനെ തുരത്താം എന്നുള്ളൊരു വീഡിയോയും കൊണ്ടാണ്. വളരെയധികം എഫക്റ്റീവാണ്, 100% റിസൾട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് വീഡിയോയിലേക്ക് പോയിട്ട് വന്നാലോ. വളരെ സിമ്പിളാണ്, പക്ഷേ പവർഫുള്ളുമാണ്. അപ്പോൾ പോവാം വീഡിയോയിലേക്ക്. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ബിസ്ക്കറ്റാണ്. ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 3-4 ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരു 5 ബിസ്ക്കറ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവ് ക്രമീകരിച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ബിസ്ക്കറ്റ് ഇവിടെ നല്ലവണ്ണം തന്നെ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി വേണം. അതെന്താണെന്നൊന്ന് കാണിച്ചു തരാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പോളിമർ മോഡിഫൈഡ് ടൈൽ ജോയിൻറ്റ് ഫില്ലറാണ്. നമ്മൾ ടൈലൊക്കെ ഇടുമ്പോൾ അതിനിടയിൽ വരുന്ന ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണിത്. ഇതല്ലെങ്കിൽ നമുക്ക് വൈറ്റ് സിമൻറ്റ് ഉപയോഗിക്കാം. ഇതിലേതായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ രണ്ടും വെച്ച് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. 100% വിജയമാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് പോളിമർ മോഡിഫൈഡ് ടൈൽ ജോയിൻറ്റ് ഫില്ലറാണ്. ഹാർഡ്വെയർ ഷോപ്പിലോ അല്ലെങ്കിൽ പെയിൻറ്റ് ഷോപ്പിലോ ഒക്കെ കിട്ടും നമുക്ക്. അപ്പോൾ ഇതാണ് അടുത്ത സംഭവം എന്ന് പറയുന്നത്. ഇതുപോലെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സൊക്കെ കിട്ടുമല്ലോ, നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സൊക്കെ കിട്ടുമല്ലോ, അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിങ്ങനത്തെ കണ്ടെയ്നേഴ്സൊക്കെയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഇതിൽ നമ്മൾ എവിടെയാണോ എലികൾ കൂടുതലുള്ളത് അവിടെ കൊണ്ടുപോയി ഇത് തന്നെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഉപയോഗം കഴിയുമ്പോൾ നമുക്കങ്ങ് കളയുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. നമുക്ക് പൊടിച്ചെടുത്ത ബിസ്ക്കറ്റ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പൊടിച്ചെടുത്ത ബിസ്ക്കറ്റ് മുഴുവനും ഈ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ടൈൽ ജോയിൻറ്റ് ഫില്ലറാണ്. 1 ടേബിൾ സ്പൂൺ നല്ലവണ്ണം നിറച്ചാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് രണ്ടും കൂടെ ഇവിടെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവെന്ന് പറയുന്നത് ബിസ്ക്കറ്റിൻ്റെ പൊടി അല്പം മുമ്പിലായിരിക്കണം. അതിൻ്റെ അളവ് കുറച്ച് കൂടുതലായിട്ടാണ് എടുക്കേണ്ടത്. ഈ ബിസ്ക്കറ്റിൻ്റെ സ്മെല്ലാണ് എലികളെ അട്രാക്റ്റ് ചെയ്യുന്നതും അതുവഴിയാണ് എലികൾ ഇവിടെ എത്തുന്നതും ഇത് കഴിക്കുന്നതും അവയെ നമുക്ക് കൊല്ലാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഇനി എവിടെയാണോ എലികളുടെ ശല്യമുള്ളത് അവിടെ കൊണ്ടുപോയി ഇത് വെച്ച് കൊടുത്താൽ മാത്രം മതി. എലികളിത് വടിച്ച് നക്കി കഴിച്ചോളും. അതുമാത്രമല്ല 100% റിസൾട്ടാണ്. എനിക്ക് നല്ലവണ്ണം അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. ഇനി നമുക്ക് എവിടെയാണോ എലിശല്യം കൂടുതലുള്ളത് അല്ലെങ്കിൽ എലിയെ കൊണ്ട് ശല്യമുള്ള ഭാഗം ഏതാണോ അവിടെ നമ്മൾ ഇത് കൊണ്ടുപോയി വെച്ച് കൊടുത്താൽ മാത്രം മതി. എലി ഇതിൻ്റെ സ്മെല്ല് കേട്ട് ഇവിടെ എത്തുകയും ഇത് കഴിക്കുകയും അവയുടെ ശല്യം പൂർണ്ണമായിട്ടും ഇല്ലാതാവുകയും ചെയ്യും. ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന ടൈൽ ജോയിൻറ്റ് ഫില്ലർ ഈ ബിസ്ക്കറ്റിൻ്റെ കൂടെ മിക്സ് ചെയ്തിരിക്കുന്നത് വഴി എലി ഇത് കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയും അതിൻ്റെ ആമാശയത്തിൽ ചെല്ലുമ്പോൾ ഇവിടെ കിടന്ന് സെറ്റാവുകയും അത് എലിയുടെ ദഹന പ്രക്രിയയെ ബാധിക്കുകയും ചെയ്യുന്നത് വഴി എലി ചത്തൊടുങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക്
ഈ ഒരു മിശ്രിതം കൊണ്ട് ഹെൽപ്പ് ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ഇതുകൊണ്ട് നമുക്ക് എലികളെ തുരത്താൻ കഴിയുന്നത്. നിങ്ങൾക്ക് എലിശല്യം ഉണ്ടെങ്കിൽ ഇനി മുതൽ വിഷമൊന്നും വാങ്ങിക്കേണ്ട. ഈ ഒരു ടിപ്പ് മാത്രം മതി. 100% റിസൾട്ടാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം. ഞാനിത് ടൈൽ ജോയിൻറ്റ് ഫില്ലർ വെച്ചും അതുപോലെ തന്നെ വൈറ്റ് സിമെൻറ്റ് വെച്ചും ഒക്കെ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളതാണ്. 100% റിസൾട്ടാണ്. ഇവിടെ എനിക്ക് എലീനെ കൊണ്ട് ഭയങ്കര ശല്യമായിരുന്നു. പക്ഷേ ഇത് വെച്ചതിന് ശേഷം എനിക്ക് എലിയുടെ ശല്യമൊന്നുമില്ല. ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ, ഇത് വെക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികളോ അതുപോലെ പെറ്റ്സോ ഒന്നും ആ ഭാഗത്തില്ലെന്ന് ഉറപ്പ് വരുത്തണം. പെറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെല്ലാം കൂട്ടിലാക്കിയതിന് ശേഷം മാത്രമേ ഇത് വെച്ച് കൊടുക്കാവുള്ളൂ. അതുപോലെ തന്നെ എലികൾ എവിടെയാണ് കൂട്ടമായി വരുന്നത് അല്ലെങ്കിൽ എവിടെയാണ് കറക്റ്റായിട്ട് എലികൾ വരാറുള്ളതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വെച്ച് കൊടുക്കുക. എന്നാലാണ് നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എലി ശല്യമൊക്കെ ഉണ്ടെങ്കിൽ വിഷം വെച്ചിട്ടും എന്തൊക്കെ ചെയ്തിട്ടും എലികൾ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി മുതൽ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ. 100% റിസൾട്ടാണ്, ഞാൻ ഗ്യാരണ്ടി. എനിക്ക് വളരെയധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എലീനെ കൊണ്ടുള്ള ശല്യം ഇവിടെ ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും കാണാം മറ്റൊരു നല്ല വീഡിയോയുമായി. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.